ഇന്ത്യ സഖ്യത്തോട് ഇന്നലെ വരെ ആരാ നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചിരുന്നവർ ഇപ്പോൾ പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള പോരാട്ടമാണ് എന്ന്. ഏതെങ്കിലും ഒരു ചോട്ട നേതാവല്ല ഇത് ഉറക്കെ പറയുന്നത്. സംഘികളുടെ ചാണകതന്ത്രജ്ഞനായ സാക്ഷാൽ അമിത്ഷാ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള പോരാട്ടമാണ് എന്ന് BJPക്ക് സമ്മതിക്കേണ്ടി വരുന്നത് കഴിഞ്ഞ 3 ഘട്ട പോളിംഗിൻ്റെ യഥാർത്ഥ എക്സിറ്റ് പോളാണ്. രാഹുൽ ഗാന്ധി എന്ന നേതാവ് എങ്ങനെയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ ഈ 3 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വാധീനിച്ചത് എന്നുള്ളതിൻ്റെ നേർചിത്രമാണ്. തെലങ്കാനയിലായിരുന്നു അമിത്ഷായും രാഹുൽ ഗാന്ധിയും ഉള്ളത്. അവിടെയാണ് ഈ പോരാട്ടം രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിലാണ് എന്ന് അമിത്ഷായ്ക്ക് പറയേണ്ടി വരുന്നത്. അതിൻ്റെ തുടർച്ചയായി അദ്ദേഹം വേറെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ജിഹാദും നരേന്ദ്രമോദിയുടെ വോട്ട് വികാസം തമ്മിലുള്ള പോരാട്ടമാണ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ജിഹാദിന് ശ്രമിക്കുന്നത് ആര് എന്നുള്ളത് ഈ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന കാലത്ത് രാഹുൽ ഗാന്ധി എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് എന്നത് ഈ രാജ്യത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്ന കാലത്ത് BJPക്ക് അവരുടെ നരേറ്റീവ് മാറ്റേണ്ടി വരുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ് എത്രത്തോളം വലുതാണ് എന്നുള്ളത് വരച്ചു കാട്ടുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നരേന്ദ്രമോദി അംബാനിയെയും അദാനിയെയും കോൺഗ്രസുമായി ചേർത്ത് വെച്ച് നടത്തിയ ആ പരാമർശത്തിന് മറുപടിയായി രാഹുൽ ഗാന്ധി പുറത്തുവിട്ട 45 സെക്കൻഡുള്ള ആ വീഡിയോ കോടിക്കണക്കിന് മനുഷ്യരാണ് മണിക്കൂറുകൾക്കുള്ളിൽ കണ്ടത്. നരേന്ദ്രമോദിയൊക്കെ സോഷ്യൽ മീഡിയയിലെ സൂപ്പർ സ്റ്റാറാണ് എന്ന് സംഘികൾ പാടി നടക്കുമ്പോഴും മോദിയൊന്നും തലയും കുത്തി നിന്നാലും കിട്ടാത്ത വിധത്തിലുള്ള വലിയ പ്രചാരമാണ് രാഹുൽ ഗാന്ധിയുടെ ആ കൊച്ചു വീഡിയോയ്ക്ക് കിട്ടിയത്. ഇൻസ്റ്റാഗ്രാമിലായാലും ട്വിറ്ററിലായാലും ഫേസ്ബുക്കിലായാലും ഒക്കെ തരംഗമായി ഓടുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആ വീഡിയോ. അപ്പോൾ അതിന് പിന്നാലെ അദ്ദേഹം പുതിയൊരു വീഡിയോയും പുറത്തിറക്കിയിട്ടുണ്ട്. യുവാക്കളെ ലക്ഷ്യം വെച്ച് അവർക്ക് ഓഗസ്റ്റ് 15-ാം തീയതി ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ 30 ലക്ഷം ജോലികൾ നൽകുന്ന ആ റിക്രൂട്ട്മെൻറ്റ് പദ്ധതി ആരംഭിക്കുമെന്നുള്ള പ്രഖ്യാപനം. അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിപരമായി വോട്ട് ചെയ്യണമെന്ന് ചെറുപ്പക്കാരോട് അഭ്യർത്ഥിക്കുന്ന വീഡിയോ. ആ വീഡിയോയ്ക്കും കിട്ടുന്ന പിന്തുണ ചെറുതല്ല. അപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റാലികളിലായാലും അദ്ദേഹം പുറത്തുവിടുന്ന ഷോർട്ട് വീഡിയോകളിലായാലും ഒക്കെ ഈ രാജ്യത്തെ ചെറുപ്പക്കാരെയും സാധാരണക്കാരെയും നിരന്തരമായി ആകർഷിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് പോരാട്ടം നടക്കുന്നത്. രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിലാണ് എന്ന് സാക്ഷാൽ അമിത്ഷായ്ക്ക് തന്നെ പറയേണ്ടി വരുന്നത്. അവിടെ BJPയുടെ ഒരു വലിയ കീഴടങ്ങലാണ്. രാഹുൽ ഗാന്ധിയെ ഒരു ഘട്ടത്തിലും BJP അംഗീകരിച്ചിരുന്നില്ല. പേടിച്ചു തൂറിയാണ്, ഒളിച്ചോടുന്നയാളാണ്, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എവിടേക്കെങ്കിലുമൊക്കെ മുങ്ങിക്കളയുന്നയാളാണ്, ഒരു നേതാവല്ല, പറ്റിപ്പുകാരനാണ്, കുടുംബാധിപത്യത്തിൻ്റെ ഒരു കണ്ണി മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് നിരന്തരമായി ആക്ഷേപിച്ചുകൊണ്ടിരുന്ന ഒരു നേതാവ് ഒടുവിൽ 3 ഘട്ടങ്ങൾ കഴിയുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു എന്ന് ഉറപ്പാകുമ്പോൾ രാഹുൽ ഗാന്ധിയെ നരേന്ദ്രമോദിയുടെ അപ്പുറത്ത് വശത്ത് നിർത്തുകയാണ് BJP. ഈ പോരാട്ടം രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിലാണ് എന്ന് അവർ സമ്മതിക്കുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ നരേന്ദ്രമോദി ആയാലും ഈ അമിത്ഷാ ആയാലും BJPയുടെ ചോട്ട നേതാക്കന്മാരായാലും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യ സഖ്യത്തിന് നേതാവില്ല, ഇന്ത്യ സഖ്യത്തിന് ആരായിരിക്കും പ്രധാനമന്ത്രി, അവർക്ക് 5 വർഷം 5 പ്രധാനമന്ത്രിമാരായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന ഇടത്തു നിന്ന് രാഹുൽ ഗാന്ധിയാണ് നരേന്ദ്രമോദിയുടെ എതിരാളി എന്ന് BJPക്ക് തന്നെ പ്രഖ്യാപിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചെങ്കിൽ അത് രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെ വലിയ ഇമ്പാക്റ്റ് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് കോൺഗ്രസ് മെല്ലെ മെല്ലെ മൊമെൻറ്റം കാത്തു സൂക്ഷിച്ച് 3 ഘട്ടം വരെയും BJPയെ പ്രതിരോധത്തിലാക്കിയത് എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണമാണത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി നിരന്തരമായി ആ ഭരണഘടന ഉയർത്തി നടത്തുന്ന മോദിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ അത് സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റെടുക്കുകയാണ്. പ്രത്യേകിച്ച് SC ST OBC വിഭാഗങ്ങൾ ഏറ്റെടുക്കുകയാണ്. അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കാനുള്ള നീക്കം BJPയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് എന്ന് ശരിവെച്ചുകൊണ്ട് അവരുടെ നേതാക്കന്മാർ തന്നെ നിരന്തരം പ്രസ്താവനകൾ നടത്തുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ ഉപമുഖ്യമന്ത്രി അവരും ഈ ഭരണഘടന മാറ്റിയാൽ എന്താ കുഴപ്പം എന്നുള്ള ചോദ്യവുമായി രംഗത്തെത്തി. തെലങ്കാനയിലെ BJPയുടെ MP ഞങ്ങൾക്കതിനുള്ള അവകാശമില്ലേ എന്നുള്ള ചോദ്യവുമായി രംഗത്തെത്തി. അപ്പോൾ അവർ അതുതന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. നരേന്ദ്രമോദി ഞാൻ ഭരണഘടനയെ ഒന്നും ചെയ്യില്ല എന്ന് അപകടം മണത്ത് തിരുത്തി പറയാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും അതൊന്നും ജനങ്ങളിലേക്ക് എത്തുന്നില്ല. രാഹുൽ ഗാന്ധി, കോൺഗ്രസ് നേതാക്കൾ, ഇന്ത്യ സഖ്യത്തിലെ മറ്റു നേതാക്കൾ അവർ നിരന്തരമായി
ഇപ്പോൾ ഭരണഘടനയെ മുൻനിർത്തിയുള്ള പ്രചരണം നടത്തുമ്പോൾ ബി ജെ പി പ്രതിരോധത്തിലാകുന്നു. അതായത് രാഹുൽ ഗാന്ധി ഒരു നേതാവ് എന്നുള്ള നിലയിൽ, ഇന്ത്യ സഖ്യത്തെ നയിക്കുന്ന നേതാവ് എന്നുള്ള നിലയിലേക്ക് മാറിക്കഴിഞ്ഞു. അത് ബി ജെ പി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അമിത്ഷായുടെ ഈ പ്രതികരണം നൽകുന്ന ഏറ്റവും വലിയ സൂചന. കേൾക്കുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്ന സംഘികളുടെ ഒരാഭാസ നാടകത്തെക്കുറിച്ചാണ്. ജാർഖണ്ഡിലെ റാഞ്ചിയിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നൂറുകണക്കിന് മുസ്ലിങ്ങൾ ബി ജെ പിയിൽ ചേരുന്നു എന്ന അറിയിപ്പ് കിട്ടിയതിനെ തുടർന്ന് അവിടുത്തെ മാധ്യമപ്രവർത്തകരെല്ലാവരും ആ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തി. മുസ്ലിങ്ങൾ ബി ജെ പിയിൽ ചേരുന്നു എന്നുള്ളത് സ്വാഭാവികമായൊരു വാർത്തയാണല്ലോ. നൂറുകണക്കിന് മുസ്ലിങ്ങൾ ബി ജെ പിയിൽ ചേരുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ വാർത്തയാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ വാർത്ത പ്രതീക്ഷിച്ച് മാധ്യമപ്രവർത്തകരുടെ ഒരു നിര തന്നെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ബി ജെ പിയുടെ MLA നേതൃത്വത്തിൽ ഒരു യോഗം നടക്കുകയാണ്. ആ യോഗത്തിൽ മുസ്ലിങ്ങൾ ധരിക്കുന്ന തൊപ്പിയൊക്കെ ധരിച്ച് കുറേ ചെറുപ്പക്കാർ ഇരിപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചെന്ന് കയറിയ മാധ്യമപ്രവർത്തകർക്കൊക്കെ ഉറപ്പായോ ഇതൊരു വലിയ സംഭവമാണ്, നൂറുകണക്കിന് മുസ്ലിങ്ങൾ ബി ജെ പിയിൽ ചേരുകയാണ്. അങ്ങനെ വാർത്തയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുമായി നിന്നപ്പോൾ ചില മാധ്യമപ്രവർത്തകർക്ക് അവിടെ ഇരിക്കുന്ന ആളുകളെ കണ്ടപ്പോൾ ഒരു സംശയം, അയ്യോ ഇവരൊന്നും മുസ്ലിം അല്ലല്ലോ. അങ്ങനെ അതിലൊരു മാധ്യമപ്രവർത്തക ചില ആളുകളുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ പേര് ചോദിച്ചു. അവർ സത്യസന്ധമായി അവരുടെ പേര് പറഞ്ഞു, ഒരു ഹിന്ദു നാമം. ചില ആളുകൾ ആധാർ കാർഡ് കൊടുത്തു ആ മാധ്യമപ്രവർത്തകരുടെ കയ്യിൽ, അപ്പോൾ അതിലുള്ളതും ഹിന്ദു നാമം. തങ്ങളെ കാശ് കൊടുത്ത് ബി ജെ പിക്കാർ വിളിച്ചുകൊണ്ടുവന്ന് ആ തൊപ്പിയും ധരിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തുകയായിരുന്നു എന്ന് ആ നിസ്സഹായരായ മനുഷ്യർ ആ മാധ്യമപ്രവർത്തകയോട് പറയുകയാണ്. റാഞ്ചിയിലെ N4 ന്യൂസ് ഭാരത് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ മാധ്യമത്തിൻ്റെ മാധ്യമപ്രവർത്തകയാണ് ഇങ്ങനെ അവിടെ ഇരുന്ന ആളുകളിൽ ചില സംശയം തോന്നിയിട്ട് അവരോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചത്. കുറേ പട്ടിണിപ്പാവങ്ങളായ മനുഷ്യർ നമ്മൾ ആ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നില്ലേ. അവർക്കൊന്നും ബി ജെ പി എന്താണ് എന്നതുപോലും അറിഞ്ഞുകൂടായിരിക്കും. ബി ജെ പിക്കാർ വന്നു വിളിച്ചു, ഞങ്ങൾ വന്നു, സത്യസന്ധമായ അവരുടെ ജോലി എന്താണ് എന്നും അവരുടെ പേരെന്താണ് എന്നും ആ മനുഷ്യർ ഒരു സങ്കോചവുമില്ലാതെ ആ മാധ്യമപ്രവർത്തകയോട് വെളിപ്പെടുത്തുകയാണ്. ഇതിനെ നാം എന്തെന്നാണ് വിളിക്കേണ്ടത്? എന്നിട്ട് ആ MLAയും അവിടുത്തെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ അവകാശപ്പെടുന്നത് ഇത് മുഴുവൻ മുസ്ലിങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. ഈ മാധ്യമപ്രവർത്തക അവിടെ ഇരുന്ന ആളുകളോട് ഇത് ചോദിച്ചു. ചോദിച്ചവരെല്ലാവരും ഹിന്ദുനാമധാരികൾ. അപ്പോൾ അവർ എന്നിട്ട് ചെന്ന് ഈ ബി ജെ പി നേതാക്കളോട് ചോദിച്ചു, ഇവരെല്ലാവരും മുസ്ലിങ്ങളാണോ? ഓ പിന്നെ എല്ലാവരും മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങൾ മോദിയിൽ ആകർഷകരായി ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. संख्या में सभी मुसलमान ही थे, पीछे कुछ टोपी पहन के थे और पीछे कुछ जो लोग थे सभी मुसलमान थे, लेकिन टोपी इनके पास नहीं थी तो वो नहीं पहन पाए, लेकिन सभी मुसलमान वर्ग का टोटल कंप्लीट मुसलमान का ही ज्वाइनिंग। नाम मेरा सकलू राव है, खवास खिजरी का रहने वाले हैं। पीपी के वोट देंगे हम लोग, जितवाएंगे अच्छी तरह से। क्या नाम है? बिगुमा को।